ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അട്ടപ്പാടിയിലെ മധുവിനെ ഓർമ്മയില്ലേ? കോട്ടയത്തെ കെവിനെ, പാവറട്ടിയിലെ വിനായകനെ, തേങ്കുരിശിയിലെ അനീഷിനെ, പേരൂർക്കടയിലെ ബിന്ദുവിനെ, കേരള സർവകലാശാലയിലെ വിപിൻ വിജയനെ, കോട്ടയം സർവകലാശാലയിലെ ദീപയെ, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശുചീകരണ തൊഴിലാളികളെ, കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ബാലുവിനെ, ഗുരുവായൂർ ക്ഷേത്രത്തിലെ വാദ്യകലാകാരൻ കല്ലൂർ ബാബുവിനെ, സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് പെരിങ്ങോട് ചന്ദ്രനെ. പറയാൻ ഇനിയുമേറെ പേരുകളുണ്ട്, എണ്ണിയാൽ തീരാത്തത്ര. എത്രയൊക്കെ മേനി നടിച്ചാലും പ്രബുദ്ധ കേരളം ജാതി ചോദിക്കുന്നത് ഒളിഞ്ഞല്ല, തെളിഞ്ഞു തന്നെയാണ്. ആ വേർതിരിവിനോട് അധികാര കേന്ദ്രങ്ങൾ കാണിച്ചു പോന്ന നിസ്സംഗതയാണ് പിന്നെയും പിന്നെയും ഓരോ അമ്മമാരുടെയും കണ്ണീർ വീഴ്ത്തുന്നത്. തിരുവനന്തപുരം കുന്നുനടയിലെ വാടക വീട്ടിൽ നിന്നാണ് നിതിൻ രാജ് എന്ന ചെറുപ്പക്കാരൻ അഞ്ചരക്കണ്ടിയിലേക്ക് പോയത്. പഠിച്ചൊരു ഡോക്ടറാകണം, വിദേശത്ത് പോകണം, വീട് വെക്കണം. മെറിറ്റിൽ കിട്ടിയതിനാൽ ട്യൂഷൻ ഫീസിൽ ഇളവുണ്ടാകും, ഹോസ്റ്റൽ ഫീസിന്റെ ചെലവുകളേ ഉണ്ടാകും. എനിക്ക് ഡോക്ടറാകണം, നമ്മുടെ കഷ്ടപ്പാടെല്ലാം മാറും. അങ്ങനെ അച്ഛനോട് പറഞ്ഞു പോയവനാണ് നിശ്ചലമായി വീട്ടിൽ വന്നു കയറിയത്. ആ മരണത്തെ കേവലം ഒരു ആപ്പിൽ ഒതുക്കാൻ ശ്രമിച്ചാൽ ഇനിയും ഇവിടെ നിതിൻ ആവർത്തിക്കും. അതില്ലാതിരിക്കട്ടെ. നിതിന്റെ സീനിയർ വിദ്യാർത്ഥി, കോളേജിലെ സീനിയർ വിദ്യാർത്ഥി കീർത്തി നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. മുഹമ്മദ് ഷമാസ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ദിനുബയിൽ അധ്യാപകൻ, പ്രേംചന്ദ് മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ കീർത്തിയിലേക്ക് പോകുന്നു. കീർത്തി, ഈ കോളേജിൽ മറ്റു കോളേജുകളെ പോലെയല്ല അധ്യാപകരുടെ പെരുമാറ്റം എന്നാണ് മനസ്സിലാക്കുന്നത്. കേവലം ഒരു അധ്യാപകരിൽ നിന്നാണോ ഇപ്പോൾ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന 2 അധ്യാപകരിൽ നിന്നും ഈ മോശം അനുഭവം സീനിയർ വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ ആദ്യ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ കീർത്തി? നിതിന്റെ വീട്ടിലേക്ക് സഹപാഠികൾ എത്തുന്നുണ്ട്. നേരത്തെ സീനിയർ വിദ്യാർത്ഥികളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. വിദ്യാർത്ഥികളുടെ പേരറിയാത്തവരെ അവരുടെ രൂപം വെച്ച് വിളിക്കുന്ന ഒരു അധ്യാപകൻ, പെൺകുട്ടികളെ ആൺകുട്ടികളെ കൊണ്ട് അടുപ്പിക്കുന്ന അധ്യാപകൻ, ഞങ്ങൾ അടിച്ചാലല്ലേ കുഴപ്പമുള്ളൂ എന്ന് പറഞ്ഞാണ് ഈ മർദ്ദനം നടത്തിയിരുന്നെന്നാണ് പറയുന്നത്. ഇതൊക്കെ തന്നെയും പുറത്തു പറഞ്ഞാൽ അവരുടെ പഠനത്തെ, ഭാവിയെ, പരീക്ഷയുടെ മാർക്കിനെ ഒക്കെ ബാധിക്കും എന്നുള്ള ഭീഷണിയും ഈ അധ്യാപകരിൽ നിന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കീർത്തി, കേൾക്കാമോ? മുഹമ്മദ് ഷമാസിലേക്ക്. മുഹമ്മദ് ഷമാസ്, ഇപ്പോൾ ഇന്ന് KSU, SFI, DYFI, MSF എല്ലാ സംഘടനകളും, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഈ കോളേജിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ആ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനാക്കുന്നത്? സ്വകാര്യ ഡെന്റൽ കോളേജാണ്. നേരത്തെയും ഈ കോളേജ് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷമാസ്. തീർച്ചയായും സ്മൃതി, വളരെ വേദനാജനകമായൊരു സ്ഥിതിവിശേഷം തന്നെയാണ് ഈ ചർച്ചയിൽ പോലും ഇരിക്കുന്നത്. അഞ്ചരക്കണ്ടി പോലൊരു പ്രദേശത്ത് വളരെ പ്രതീക്ഷയോടുകൂടി ആ പ്രദേശത്തെ നാട്ടുകാർ പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ സഹിച്ച് ഇത്തരമൊരു സ്വകാര്യ കോളേജ് വരുമ്പോഴും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ പലതും ഒരു നാടിൻ്റെ ഉന്നമനത്തിന്, വിദ്യാർത്ഥി തലമുറയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ക്യാമ്പസ് അന്തരീക്ഷം എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്ത് ഈ ക്യാമ്പസ് അവിടെ പ്രവർത്തിക്കുമ്പോൾ ഇത്രയും ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങളാണ്, ഇത്രയും നിലവാരം കുറഞ്ഞ അധ്യാപനം ഉൾപ്പെടെയാണ് അധ്യാപകരാണ് അവിടെ ജോലി ചെയ്യാൻ വരുന്നതെന്നത് അവരൊരു കാലത്തും ചിന്തിച്ചിട്ടുണ്ടാകില്ല. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല പോലൊരു ജില്ലയിൽ ധർമ്മടം നിയോജകമണ്ഡലത്തിൽപ്പെടുന്ന അഞ്ചരക്കണ്ടി പ്രദേശത്ത്, അഞ്ചരക്കണ്ടി പഞ്ചായത്തിൽ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ഇതാദ്യത്തെ സംഭവമാണ് എന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം മുമ്പും സമാനമായ രീതിയിലുള്ള ചില ആത്മഹത്യകളും ഈ പറയപ്പെട്ടതുപോലെ ചില റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അന്നൊരു പക്ഷേ ഈ പറഞ്ഞ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അത്ര സജീവമല്ലാത്തതുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ അതിൽ കൂടുതൽ പതിയാതെ പോയതൊരു സാഹചര്യമൊക്കെയാണ് അന്നുണ്ടായത്. ഏറ്റവും ഒടുവിൽ നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മളേക്ക് ഞെട്ടിക്കും. തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പുകമറ ഉണ്ടാക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടായി. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഗുരുതരമായ വീഴ്ചകൾ ആ ഘട്ടത്തിലുണ്ടായി. ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തെ ഒന്ന് വഴിതിരിച്ചുവിടെ ഇപ്പൊ 4ാമത്തെ ദിവസമാണ്, 3 ദിവസം പൂർണ്ണമായും പിന്നിട്ടിരിക്കുന്നു. ഈ സമയം വരെയും ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള അധ്യാപകരെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാവാതെ, കേരളത്തിലെ പോലീസാണെന്ന് ഓർക്കണം, ഈ വളരെ ഗുരുതരമായി സഹപാഠികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ആ ക്യാമ്പസിലെ മറ്റ് വിദ്യാർത്ഥികൾ ഇന്ന് എല്ലാ തരത്തിലുള്ള തങ്ങളുടെ ഭയത്തെയും മാറ്റിവെച്ച് പൊതുസമൂഹത്തോട്, മാധ്യമങ്ങളോട്, റിപ്പോർട്ടർ ചാനലിനോട് ഉൾപ്പെടെ തുറന്നു പറയുന്നത് എന്താണ്?
ഞങ്ങളിൽ പലർക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചിട്ടുണ്ട്. അതിനുപയോഗിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? ഈ പറഞ്ഞ ഫാറ്റി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ബ്ലാക്കി എന്ന് പറഞ്ഞ്, അതിൻ്റെയൊക്കെ മലയാളം അർത്ഥം കറുത്തവൻ എന്ന് തന്നെയല്ലേ സ്മൃതി നമ്മൾ അതിനകത്ത് മനസ്സിലാകുന്നത്? എത്രത്തോളം ജീർണിച്ച ഒരു മനസ്സിന്റെ ഉടമയാണ് ഈ റാം എന്ന് പറയുന്ന HOD ഉൾപ്പെടെയുള്ള അധ്യാപകർ അവിടെ നിലകൊണ്ട് മുന്നോട്ട് പോയത് എന്ന് ഇതിനപ്പുറത്തേക്ക് ഒരു സാക്ഷ്യപ്പെടുത്തൽ നമുക്ക് ആവശ്യമുണ്ടോ? കേരളം പോലും സംസ്ഥാനത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു നികൃഷ്ടമായ ഒരു പ്രവൃത്തി നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അതിന് ഒത്താശ ചെയ്യുന്ന, അതിന് ചൂട്ടുപിടിക്കുന്ന, അതിന് സംരക്ഷണം ഒരുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം പ്രതിഷേധാർഹവും ഗൗരവതരവുമാണ്. ഇവിടെ പോലീസ് സംവിധാനം വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു. ഈ ലോൺ ആപ്പിന്റെ വിഷയം ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിലേക്ക് വരാം. അതിലേക്ക് നീക്കാനാണ് പോലീസ് ശ്രമിച്ചത് എന്ന് വേണം ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഞാനൊന്ന് കീർത്തിയിലേക്ക് പോകുന്നു. കീർത്തി, സ്റ്റാഫ് റാഗിംഗ് എന്നൊരു പ്രയോഗമാണ് ഇന്ന് ഒരു വിദ്യാർത്ഥിനി നടത്തിയത്. സ്റ്റാഫ് റാഗിംഗ്, അങ്ങനെ ഒരു സംവിധാനം സാധാരണ കോളേജുകളിൽ കേൾക്കാറില്ലല്ലോ. അവിടെ സീനിയേഴ്സ് റാഗ് ചെയ്യുന്നു എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ സ്റ്റാഫ് റാഗിംഗ് എന്ന രൂപത്തിൽ അധ്യാപകർ തന്നെ വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന ഒരു സംവിധാനമാണോ ഈ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ഉള്ളത് കീർത്തി? എല്ലാവരും അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നാൽ നമ്മളോട് കുറച്ച് ബാഡായിട്ട് പെരുമാറുന്നവരുണ്ട്. എന്നാൽ എല്ലാവരെയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫ് നമ്മളോട് ഉണ്ട്. ഇപ്പൊ പറയുന്ന റാം സാറിന്റെ കാര്യം പറയുവാണെങ്കിൽ, സാറ് ക്ലാസ്സിൽ എല്ലാവരും ജനറലൈസ് ചെയ്തിട്ട് ഭയങ്കര ബാഡായിട്ട് പറയാറുണ്ട്. അത് നമുക്ക് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അതെന്തായാലും പറയാറുണ്ട്. അത് ഇപ്പോൾ ഒരു കുട്ടിയുടെ മരണം തന്നെ അതിനൊരു അതൊക്കെ പുറത്ത് വരാൻ ഇപ്പോൾ കാരണമാവേണ്ടി വന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നു. കീർത്തി, എന്താണ് ഈ റാം എന്ന അധ്യാപകൻ എങ്ങനെയാണ് വിദ്യാർത്ഥികളോട് പെരുമാറിയിരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെയും പരാതികൾ ഈ അധ്യാപകനെതിരെ ഉയർന്നിരുന്നു. 2 തവണ സസ്പെൻഷൻ നേരിട്ടിട്ടുമുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങൾ തുടരുക തന്നെയാണ്. ഞാൻ തിരിച്ചെത്താം. ദിനുവേലിലേക്ക്. കീർത്തി, കേട്ടോ? ഞാൻ ചോദിച്ചത്, നേരത്തെ ഈ അധ്യാപകൻ നടപടി നേരിട്ട അധ്യാപകനാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. 2 തവണ സസ്പെൻഷൻ നേരിട്ടു എന്നും അതിനുശേഷവും ഇതേ രീതിയിൽ പെരുമാറുകയായിരുന്നു എന്നാണോ? കീർത്തിയെ പഠിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് അനുഭവം? ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലും തേർഡ് ഇയറിലുമാണ് സാർ പഠിപ്പിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലൊക്കെ ആയിരുന്നു. ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾ വന്നപ്പോൾ സാറ് പറയുന്ന ഒരു വേർഷൻ ഓഫ് സ്റ്റോറീസ് ഒക്കെ കേട്ടിട്ട് നമ്മളൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ തന്നെ. തേർഡ് ഇയർ എത്തിയപ്പോൾ നമ്മൾ കംപ്ലയിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ലൈവിൽ പറഞ്ഞ കുട്ടികൾ ഇപ്പോൾ കോളേജിലെ സ്റ്റുഡൻസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറെ കംപ്ലയിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വിശദമാക്കാമോ? ഫസ്റ്റ് ഇയറിൽ വിദ്യാർത്ഥികളോട് എങ്ങനെയാണ് ഈ അധ്യാപകൻ പെരുമാറിയിരുന്നത്? ഫസ്റ്റ് ഇയറിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് ടോട്ടലി ഒരു പുതിയൊരു എൻവയോൺമെന്റിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവിടെ സ്റ്റാഫ് എന്താണോ പറയുന്നത് അതാണ് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ സീനിയേഴ്സ് ആയിട്ടൊന്നും നമുക്ക് വലിയ കണക്ഷൻ ഒന്നും ഇല്ല. അപ്പോൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ് തന്നെ സാറിന്റെ ആണ്. അപ്പോൾ സാർ ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ഇങ്ങനെയാണ് കോളേജ്, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് പിന്നെ നമുക്ക് ഒരു ഇന്റേണൽ മാർക്സ് തരുന്നത് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് നമുക്ക് ഇന്റേണൽ മാർക്സ് തരുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് വരെ അല്ലെങ്കിൽ ഇന്റേണൽ മാർക്സ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഫെയിലാവും. സോ ഇന്റേണൽ മാർക്സ് ഓർത്തിട്ടാണ് പല കുട്ടികളും ഒന്നും പറയാത്തത്. പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം കോളേജിന്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നതുകൊണ്ട് അവർക്കറിയാവുന്ന സ്റ്റാഫൊക്കെ ആയിരിക്കും വരുന്നത് ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട്. സോ നമുക്ക് എല്ലാവർക്കും പേടിയാണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം ഏതെങ്കിലും സ്റ്റാഫൊക്കെ ആയിട്ട് ഉണ്ടായാൽ മേ ബി അതൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽസിനെ ബാധിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ആരും ഒന്നും പറയാത്തത്. പിന്നെ ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് യൂണിയൻ തന്നെ ഇന്ന് ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് ഇനി നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല എന്നുള്ള ഒരു ഉറപ്പ് തരണം എന്നുള്ള പേരിൽ നമ്മളൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പ്രിൻസിപ്പൾ ഇപ്പൊ നമുക്ക് സപ്പോർട്ടായിട്ടാണ് പറയുന്നത്. ഇതിൽ ഈ അധ്യാപകരുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്ന ഒരു കാര്യം, അധ്യാപകർ വിദ്യാർത്ഥികളെ മർദ്ദിക്കരുതെന്നാണല്ലോ നിയമം. അതുകൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ മർദ്ദിപ്പിക്കൽ, അത് ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ മർദ്ദിപ്പിക്കുന്നു എന്നുള്ള ഒരു പരാതി പറഞ്ഞു കേട്ടു. അത് എന്താണ് കീർത്തിക്ക് അതുമായി ബന്ധപ്പെട്ട് അറിയാവുന്നത്? അങ്ങനെയുണ്ട്, അങ്ങനെ ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെയുണ്ട്. കുട്ടികൾ
ബോയ്സിനെ കൊണ്ട് ഗേൾസിനെ ഇങ്ങനെ തലയ്ക്കൊക്കെ ഇങ്ങനെ കുട്ടിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇയറിലും കാണുന്നതാണ്, തേർഡ് ഇയറിലും കാണുന്നതാണത്. അങ്ങനെ ചെയ്യാറുണ്ട്. ഇത് മുകളിൽ ആരോടും പരാതിപ്പെട്ടിരുന്നില്ലേ? നിങ്ങളൊന്നും പരാതിപ്പെട്ടിട്ടില്ല എന്നാണോ? ഇപ്പോൾ റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ടായ ശേഷം പ്രതികരിക്കുന്നതിൽ സ്വാഭാവികമായും നിങ്ങൾ മുകളിൽ ചോദിക്കുമല്ലോ, എന്താണ് പ്രിൻസിപ്പലിനോട് ചോദിക്കുമല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? ഇല്ല, കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സസ്പെൻഷൻ ഉണ്ടായി 1 വീക്ക് അല്ലെങ്കിൽ ഒരു 5 days ഒക്കെ ഉണ്ടാവും. പിന്നെ അത് പോവും. എല്ലാരെയും പറയുന്നില്ല, ഇങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം. ഈ അധ്യാപകൻ ഈ ജാതി അധിക്ഷേപം നടത്തുന്നു, നല്ലതായിട്ട് പെരുമാറുന്ന സ്റ്റാഫുണ്ട്. അല്ല, അതായിക്കോട്ടെ, എല്ലാവരെയും നമ്മൾ അടച്ചാക്ഷേപിക്കില്ലല്ലോ. ഇങ്ങനെ ചെയ്യുന്ന അധ്യാപകരെ കുറിച്ചാണ് ചോദിക്കുന്നത്. അങ്ങനെ അധ്യാപകർ ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ എന്ത് നടപടി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണല്ലോ പ്രശ്നവും. ഈ കുട്ടികളെ നിറം, അവരുടെ ബോഡി ഷേമിംഗ് ഒക്കെ നടത്തുന്ന ഒരു രീതി അയാൾക്കുണ്ടായിരുന്നു അല്ലേ? അതെ അതെ, ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്കും പറഞ്ഞാൽ ഓക്കെ ഫൈൻ, നിങ്ങൾ കൊടുത്ത ഫാറ്റ് ആയിട്ട് ഒരാളുടെ എനിക്ക് ഫാറ്റിന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ, ലീനായിട്ട് ഒരാളെ ലീനിനെ വിളിക്കാൻ പറ്റത്തുള്ളൂ, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് എന്ന് തന്നെ വിളിക്കും, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ക്ലാസ്സിൽ ഒരു 100 പേരിരിക്കുന്ന ക്ലാസ്സിലാണെങ്കിലും ഈ 100 പേരുടെ മുന്നിൽ പറയാൻ ഒരു മടിയില്ല. അതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. കുട്ടികളാരും അപ്പോൾ ചോദ്യം ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തുകൂടല്ലോ എന്ന് ആരും പറഞ്ഞിട്ടില്ല അല്ലേ? നിതിൻ അങ്ങനെ പറഞ്ഞു? എന്റെ അറിവില് നിതിൻ മാത്രമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അത് കോളേജിൽ ഒരു ടോക്ക് ആയതായിരുന്നു. അവനത്ര ധൈര്യം, അത്രയും ധൈര്യം അവൻ കാണിച്ചല്ലോ, നമ്മളാരും ഇന്നുവരെ കാണിച്ചിട്ടില്ല എന്ന് നമ്മൾ എല്ലാരും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ധൈര്യം കാണിച്ച ഒരു 1 month മുന്നേ ധൈര്യം കാണിച്ച ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ കീർത്തി? എന്താണ് സംഭവിച്ചതെന്നാണ് തോന്നുന്നത് കീർത്തിക്ക്? അന്നത്തെ ദിവസം എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കുട്ടി പോയി ചാടുകയായിരുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. ഈ മീറ്റിംഗിൽ ആരൊക്കെ പങ്കെടുത്തിരുന്നു? അന്ന് കുട്ടി ക്ലാസ്സിലും വന്നിട്ടില്ല എന്ന് പറയുന്നു. വേറെ ആ മീറ്റിംഗിൽ ആരൊക്കെ പങ്കെടുത്തില്ല? ഇല്ല, അറിയത്തില്ല. മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് മാത്രം. അത് ഈ ഡോക്ടർ റാമിനോട് തിരിച്ചു മറുപടി പറഞ്ഞതിന്റെ ഭാഗമായിട്ട് നടത്തിയ മീറ്റിംഗ് ആണോ? അധ്യാപകർ വിളിച്ച മീറ്റിംഗ് ആണോ? അല്ലല്ല, ഇങ്ങനെ പറഞ്ഞത് ഒരു 1 month മുന്നേ ആണ്. ഈ സാറിനോട് തിരിച്ച് സംസാരിച്ചതെന്ന് പറയുന്നത് ഒരു 1 month മുന്നേ ആയിരുന്നു. കുട്ടി മരിക്കുന്നതിന്റെ അന്നായിരുന്നു ഒരു മീറ്റിംഗ് അവര് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസിനെ പറ്റി നമുക്ക് അറിയത്തില്ല. ഈ സംഭവത്തിന് ശേഷം ഇഷ്യൂ ആയിട്ട് എന്തോ സംബന്ധിച്ചാണ് അവരൊരു മീറ്റിംഗ്. ഈ സംഭവത്തിന് ശേഷം അധ്യാപകരാരും നിങ്ങളോട് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അഷ്വറൻസ് നൽകിയിരുന്നോ? എന്താണ് ഇതിന് ശേഷം ആ കോളേജിൽ സംഭവിച്ചത്? ഇതിനുശേഷം നമ്മൾ സ്റ്റുഡൻസ് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വരാത്തത് എല്ലാവരും നമ്മളിപ്പോൾ ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. എങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതെന്ന് എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരുന്നു. കോളേജ് യൂണിയൻ ആയിരുന്നാലും അന്ന് പൊതുദർശനം അവിടെ വന്നിട്ട് എല്ലാവരും കുട്ടിയെ കണ്ടു. അത് കഴിഞ്ഞ് വീട്ടിലേക്കൊന്നും ആർക്കും വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം തൊട്ട് കോളേജ് അവധിയായിരുന്നു. ഫൈനൽ ഇയേഴ്സിന് മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ സ്റ്റാഫൊക്കെ നിങ്ങൾക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ പറയാം എന്നുള്ള ഒരു ഇതാണ്. അങ്ങനെ ആരെയും നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പേരന്റ് മീറ്റിംഗിൽ വരുന്ന രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ചും കുട്ടികളോട് മോശമായി പെരുമാറാറുണ്ടായിരുന്നോ? ഫസ്റ്റ് ഇയറിൽ മാത്രമേ നമുക്ക് അങ്ങനെ പാരന്റ്സ് മീറ്റിംഗ് വെക്കാറുള്ളൂ. ഫസ്റ്റ് ഇയർ നമ്മൾ ആദ്യമായിട്ട് വന്നിട്ട് ഒരു ഇന്റേണൽ എക്സാം കഴിഞ്ഞിട്ടാണ് നമുക്ക് പാരന്റ്സ് മീറ്റിംഗ് വെക്കുന്നത്. ആ സമയത്ത് പാരന്റ്സിന്റെ മുമ്പിൽ വെച്ച് നമ്മളെ ഒരുപാട് ഇങ്ങനെ പറയും എല്ലാവരും. അത് എല്ലാ സ്റ്റുഡൻസിനെയും പറയും. പഠിക്കാത്ത കുട്ടിയായിരുന്നാലും എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ആ കുട്ടി എന്തൊക്കെ എന്ന് വരെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ ഡിസ്കഷൻ ആയിരിക്കും. അത് നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. ശരി കീർത്തി, വളരെ നന്ദി. ഘട്ടത്തിൽ കീർത്തി കാര്യങ്ങൾ സംസാരിച്ചതിന്. സഹപാഠിയായ ഒരു വിദ്യാർത്ഥി കൂടി നമ്മോടൊപ്പമുണ്ട്. അവളിലേക്ക് എത്താം, ആ കുട്ടിയിലേക്ക് എത്താം. അതിനു മുമ്പ് ദിനു വെയിലേക്ക് വന്നു. ദിനു, ഒരു അധ്യാപകൻ കൂടിയാണല്ലോ ദിനു. ഇപ്പോൾ ഒരു അധ്യാപകനെതിരെ ഉയർന്നിരിക്കുന്ന പരാതി എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. കുട്ടികളെ മർദ്ദിക്കാൻ തനിക്ക് പറ്റാത്തതുകൊണ്ട് വിദ്യാർത്ഥികൾ സഹപാഠികളെ കൊണ്ട് തന്നെ മർദ്ദിപ്പിക്കുക, ഓരോരുത്തരെയും അവരുടെ രൂപമനുസരിച്ചുള്ള പേര് വിളിക്കുക. നിങ്ങളുടെ ആരുടെയും പേര് ഓർമ്മയിൽ വയ്ക്കാൻ എനിക്ക് കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വിളിക്കുക, അങ്ങനെ വിളിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുമെന്നൊരു വെല്ലുവിളി കൂടി അതിലുണ്ട്. മാത്രമല്ല ഈ കുട്ടികളൊക്കെ മിണ്ടാതിരിക്കുന്നത് പരീക്ഷയിൽ മാർക്കിനെ ബാധിക്കുമോ എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ കീർത്തി പറഞ്ഞത്.
എന്താണ് ഈ കോളേജുമായി ബന്ധപ്പെട്ട് ദിനുവേലിന്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാനായത്? ഈ കോളേജുമായി ബന്ധപ്പെട്ട് നേരത്തെയും പരാതി ഉണ്ടായിട്ടുണ്ട്. ഒരു കൊല്ലത്തെ അഡ്മിഷൻ തന്നെ നിർത്തിവെച്ചിരുന്നു കോടതി ഇടപെട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിനു, സ്മൃതി, ഞാൻ കഴിഞ്ഞ 3 മാസമായിട്ട് മാത്രമേ ഉള്ളൂ ശങ്കരാചാര്യ സർവകലാശാലയിൽ അധ്യാപന ജോലിയിലേക്ക് പ്രവേശിച്ചിട്ട്. എൻ്റെ ഒരു ക്ലാസ് മുറിയിൽ ഒരു വിദ്യാർത്ഥി എന്തെങ്കിലും കാരണവശാൽ ഒന്ന് വിഷമിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടി സമാധാനത്തോടെ ഇരിക്കുന്നവരെ അസ്വസ്ഥമാവുന്ന ഒരു മനസ്സാണ് എൻ്റേതടക്കമുള്ള മനസ്സ് എന്ന് പറയുന്നത്. ഇന്ന് പക്ഷെ എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്, എന്നെയും ആ കോളേജിൽ നിന്ന് ചില വിദ്യാർത്ഥികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കരുതുന്നതിലധികം ഗുരുതരമാണ് അവിടുത്തെ കാര്യങ്ങൾ. ഇത് ഒരു റാമല്ല, അനേകം റാമുമാർ ആ കോളേജിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ഞാൻ വിദ്യാർത്ഥി ഷെയർ ചെയ്തിട്ടുള്ള 1-2 കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. ഒന്ന്, വിദ്യാർത്ഥികൾക്ക് ആൻസർ ഷീറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ആൻസർ ഷീറ്റ് ചുരുട്ടിക്കൊണ്ട് പറയുന്ന ഡയലോഗ് എന്ന് പറയുന്ന അധ്യാപകൻ, നിന്റെ അമ്മയ്ക്ക് അടുപ്പിൽ കൊണ്ടുപോയി വെക്കാൻ ഇത് കൊടുക്കുക എന്നാണ് ഉത്തരക്കടലാസ് ചുരുട്ടി പിടിച്ചുകൊണ്ട് പറയുന്നത്. ക്ലാസ് റൂമിലുള്ള കറുത്ത വിദ്യാർത്ഥികളെ പ്രത്യേകിച്ച്, നീയൊക്കെ കറുത്തിട്ടാണല്ലേ, നിനക്കൊന്നും ഒരിക്കലും കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നില്ല, നിനക്ക് കല്യാണം കഴിക്കാനുള്ള യോഗ്യത നിനക്കില്ല എന്ന് നിരവധി തവണയായിട്ട് പറയുന്നു. വിദ്യാർത്ഥികൾ മാനസിക സമ്മർദ്ദങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് ചെന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ശാരീരികമായിട്ട് തന്നെ മറ്റ് അസ്വസ്ഥ്യങ്ങൾ അനുഭവിക്കുന്ന സമയത്ത്, ക്യാൻസർ ഒന്നും പിടിച്ചിട്ടല്ലല്ലോ നീ ഇരിക്കുന്നത് എന്നുള്ള അധിക്ഷേപങ്ങളാണ് കേൾക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള നിരവധി പരാമർശങ്ങളാണ് എന്നോട് ഇന്ന് സംസാരിച്ച 2 വിദ്യാർത്ഥിനികളോടും അവിടുത്തെ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരു പുരുഷനായ സുഹൃത്തിനോട് സംസാരിച്ചിരുന്നാൽ പോലും ലൈംഗിക ചുവയോടെ അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ആ വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയിട്ടുള്ളത്. ഇവിടെ എക്സ്റ്റേണൽ എക്സ്പേർട്ടുകളായി പലപ്പോഴും വരുന്നത് ഈ അധ്യാപകരുടെ തന്നെ സുഹൃത്തുക്കളായ ആളുകളായതിനാൽ വളരെ കൃത്യമായി കൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ മാർക്ക് കുറയ്ക്കും എന്ന് പറയുന്ന ഒരു ഭീഷണി എല്ലാ കാലത്തും ഇവരുടെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഈ കോളേജിന് വലിയ രീതിയിലുള്ള അക്രഡിറ്റേഷൻ കിട്ടിയിട്ട് പോലും പ്രാഥമികമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പലപ്പോഴും ഈ ഇടത്ത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ഇന്ന് വിളിച്ച വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അലൂമിനി ആയിട്ടുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥി കൂടെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നോക്കൂ, നമ്മളൊക്കെ പഠിച്ചു പോയൊരു സ്ഥാപനത്തെ കുറിച്ച് ആലോചിക്കുക. ഒരുപക്ഷെ അവിടെ ഏറ്റവും അധികം നമ്മളെ സ്നേഹിച്ച, നമ്മൾക്കൊപ്പം നമ്മുടെ വളർച്ചയിൽ നിന്ന് അധ്യാപകരുടെ മുഖം ആലോചിച്ചിട്ടാണ്. പഠിച്ചു പോയ സ്ഥാപനത്തെ ഓർക്കാൻ പോലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെന്നും അവിടുത്തെ അധ്യാപകർ ഞങ്ങൾക്ക് തന്ന ട്രോമ 2 വർഷത്തോളം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മനസ്സൊന്ന് മാറുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ടെങ്കിൽ എത്ര ക്രൂരമായിട്ടുള്ള, അട്രോഷ്യസ് ആയിട്ടുള്ള ഇടപെടലുകളായിരിക്കും ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നോക്കൂ, സ്റ്റാഫ് റൂമിനെ അധ്യാപകർ ചേർന്നിരിക്കുന്ന ഒരു ഇടത്തെ മരണപ്പെട്ട നിതിൻ രാജിന്റെ ഓഡിയോ ക്ലിപ്പിൽ തന്നെ വിശേഷിപ്പിക്കുന്നത് മറ്റേ സ്ഥലമില്ലേ, ഒന്നിച്ച് എല്ലാവരും കൂട്ടമായി ആക്രമിക്കുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത്. ഇത് റൗഡികളുടെ കൂട്ടത്തിൽപ്പെട്ട ഇടത്തെ കുറിച്ചല്ല പറയുന്നത്, ഗുണ്ടകളുടെ കൂട്ടത്തിൽപ്പെട്ട വിദ്യാർത്ഥികളല്ല പറയുന്നത്. കൃത്യമായിക്കൊണ്ട് ഒരു സ്റ്റാഫ് റൂം, അധ്യാപകർ ഇരിക്കുന്ന സ്റ്റാഫ് റൂമിനെ ഗുണ്ടകളുടെ ഇടയിൽ പെട്ട പോലെ ഒരു വിദ്യാർത്ഥിക്ക് അനുഭവപ്പെടണമെങ്കിൽ ഇൻസൾട്ട് എന്ന് നിരവധി തവണ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു എന്ന് ഒരു കുട്ടി പറയണമെങ്കിൽ എത്ര രീതിയിലുള്ള അധപതിച്ച മനുഷ്യന്മാരാണ് ഇവർ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പോലീസും മറ്റ് ഈ ചില അധ്യാപകരും ഒക്കെ തന്നെ പടച്ചുവിടുന്ന ലോൺ ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള നറേറ്റീവ് ഉണ്ടല്ലോ, ഇതൊരു പുതുമയൊന്നുമല്ല. രജനി എസ് ആനന്ദ് 7ാം നിലയെന്ന് ചാടി 2004 ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് രജനി എസ് ആനന്ദിനെ അതിമ്ലേച്ഛമായിട്ട് അവരെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്ത അധ്യാപകരുടെയും പോലീസിന്റെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ചരിത്രമാണ് ഈ കേരളത്തിനുള്ളത്. സമാനമായിക്കൊണ്ട് രോഹിത് വെമുല മരിച്ച സമയത്ത് രോഹിത് വെമുലയുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പാറാവുമാർ നടന്നിട്ടുള്ള ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്കറിയാം. പായൽ തഡ്വി, ഡോക്ടർ ആവാൻ ശ്രമിച്ച പായൽ തഡ്വി എന്ന് പറയുന്ന വിദ്യാർത്ഥിനി അതിക്രൂരമായ റാഗിങ്ങിന്റെ പുറത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മർഡർ ചെയ്യേണ്ടി വരുന്ന സമയത്ത്, മരിക്കേണ്ടി വരുന്ന സമയത്ത് സമാനമായിട്ടാണ് പായൽ തഡ്വിയുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തത്. നോക്കൂ, ഇവിടെ FIR എന്നാണ് ഈ വിഷയത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. ഈ പറയുന്ന ലോൺ ആപ്പുമായി പറയപ്പെടുന്ന വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്തത് ഇന്നലെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരുപക്ഷെ ഒരു വിദ്യാർത്ഥി മാനസിക സമ്മർദ്ദത്തിലൂടെയോ സാമ്പത്തിക പ്രശ്നത്തിലൂടെയോ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകേണ്ട സ്ഥാപനങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. സ്വദേവ് സാഹു കേസിനകത്തും അമിത് കുമാർ കേസിനകത്തും അടിസ്ഥാനപരമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെയൊക്കെയാണ് മാനസിക പിന്തുണകൾ നൽകണം എന്നുള്ളത് അടിവരയിട്ടുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഇവർ ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ ലോൺ ആപ്പിന്റെ പേരിലാണെങ്കിൽ ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് കൂടിയാണ്. ഈ വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റാത്ത അധ്യാപകർ ചെയ്തിട്ടുള്ളത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്, കോടതിയെ ലക്ഷ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ആ സ്ക്രീൻഷോട്ടുകൾ മാത്രം പുറത്തു വന്നതെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. SC/ST അട്രോസിറ്റീസ് ആക്ടിനകത്ത് ഈ പറയുന്ന ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്, കേസ് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എതിർപക്ഷ കക്ഷികൾക്കാണ്, കുറ്റാരോപിതരായുള്ള അധ്യാപകർക്കാണ്. തിരുവനന്തപുരത്തെ ബിന്ദുവിനെ കൃത്യമായ പരാതി പോലും ഇല്ലാതെ അടിക്കിടെ അറസ്റ്റ് ചെയ്ത പോലീസ് എന്തുകൊണ്ടാണ് സംഗീത നമ്പ്യാരെയും റാമിനെയും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരത്തിന്റെ പേര് ജാതി എന്നുള്ളത് തന്നെയാണ്. സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥി ഒറ്റയ്ക്ക് ചെയ്യുന്ന ഡിസിഷൻ അല്ല, അതൊരു സോഷ്യൽ ക്രൈമാണ്. ഒരു സമൂഹം ഒരു വിദ്യാർത്ഥിക്ക് മേൽ ചെയ്യുന്ന കുറ്റകൃത്യമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. ആ കുറ്റകൃത്യത്തിലേക്ക് ഈ വിദ്യാർത്ഥിയെ നയിക്കുന്നത് ഏകദേശം ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഇവര് പറയുന്ന കൺസ്ട്രക്ഷൻ അല്ല, ഇവർ ഉന്നയിക്കുന്ന നറേറ്റീവ് അല്ല. നോക്കൂ, 2 വർഷമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഒരു എൻട്രൻസ് കോച്ചിങ് പോലും എടുക്കാത്ത ഒരു വിദ്യാർത്ഥിയെയാണ് ഇവർ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. സ്വന്തമായിട്ട് വീടില്ലാത്ത, സ്വന്തമായിട്ട് ഭൂമി പോലും ഇല്ലാത്ത ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഇവർ ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയധികം കഷ്ടപ്പാടുകൾക്കിടയിൽ പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും സമയത്ത് ഒരു സാമ്പത്തിക പ്രശ്നത്താൽ ഒരു ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് എടുത്തു ചാടുന്ന രീതിയിൽ മാനസികാരോഗ്യം കുറവുള്ള വിദ്യാർത്ഥിയായി പോർട്രേറ്റ് ചെയ്യുന്നത് എല്ലാ സൂയിസൈഡുകൾ നടക്കുന്ന സമയത്തും എല്ലാ സ്ഥാപനവൽകൃത കൊലപാതകങ്ങളും നടക്കുന്ന സമയത്തും സ്റ്റേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കഥയാണ്, അവിടുത്തെ മാനേജ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യുന്ന തിരക്കഥയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിനൊപ്പം തന്നെ രോഹിത് ആക്ട് പോലുള്ള സമാനമായ ആക്ടുകൾ നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി പോലുള്ള സംവിധാനങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. സോബ്രേ സാഹോ കേസിനകത്തും അമിത് കുമാർ കേസിനകത്തും കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നതും അത് ഉറപ്പുവരുത്തേണ്ടതിന്റെ ഉത്തരവാദിത്വവും സ്റ്റേറ്റിന് കൂടിയുണ്ട്. തീർച്ചയായും. ഞാൻ നിതിന്റെ സഹപാഠി ആർച്ചയും നമ്മോടൊപ്പമുണ്ട്. ആർച്ചയിലേക്ക് വരാം. ഒപ്പം തന്നെ ശ്രീ പ്രേംചന്ദിലേക്കും ഇടവേളയ്ക്ക് ശേഷം. നിതിൻ രാജിന്റെ സഹപാഠി ആർച്ചയിലേക്കാണ്. ആർച്ച, നിതിന് എന്ത് സംഭവിച്ചു എന്നാണ് ആർച്ചയ്ക്ക് തോന്നുന്നത്? ഈ അധ്യാപകൻ ഡോക്ടർ റാം, അതോടൊപ്പം തന്നെ അധ്യാപക കൂടിയുണ്ട് സംഗീത നമ്പ്യാർ, ഇവരിൽ നിന്ന് നിങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടായ മോശം അനുഭവങ്ങൾ എന്താണ്? മോശം അനുഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നല്ല അനുഭവമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. റാം എന്ന അദ്ദേഹത്തെ പറ്റി ഒന്നുമില്ല. ക്ലാസ് കയറി വരുന്നു, 1 മണിക്കൂറാണെങ്കിൽ അതിലെ 3/4 മണിക്കൂർ 55 മിനിറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, അത് വന്ന് മതപരമായിട്ടും ബോഡി ഷെയിം ചെയ്ത് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുക, അതാ ചെയ്യുന്നത്. നിനക്ക് പ്രണയമില്ലേ, നീ പോയി ചാവടാ എന്നാ പറയുന്നത്. പ്രണയം ഇല്ലെങ്കിൽ പോയി ചാവണം എന്നൊരു മൈൻഡ് സെറ്റ്. പക്ഷേ പ്രണയം അത് കണ്ടുപിടിച്ച അത് അതിനെക്കാട്ടി പ്രശ്നം, ചിലപ്പോൾ ബാക്ക് ആക്കും, മാർക്ക് കുറയ്ക്കും, അങ്ങനത്തെ സിസ്റ്റവും ആ സാറിന് ഉണ്ട്. പിന്നെ ക്ലാസ്സിൽ തന്നെ കഴിഞ്ഞ ആഴ്ച ഇതിനെ നല്ല രീതിക്ക് ഹറാസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ 99 സ്റ്റുഡൻസിനെ മുന്നിൽ വെച്ച് കഴിഞ്ഞ് നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ട് തന്നെ ഹറാസ് ചെയ്തിട്ടുണ്ട്. അമ്മേനെ പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് സർജറിയാ പറഞ്ഞപ്പോൾ അതിനെ വെച്ച് കളിയാക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് എന്താ കാലില്ലേ, മീറ്റിങ്ങിന് കാലുണ്ടല്ലോ വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ നല്ല രീതിക്ക് സഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവൻ എല്ലാവരോടും ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ എല്ലാവരോടും അങ്ങനെ അത് ഓപ്പൺ ആയിട്ട് ഒന്നും എല്ലാം പറഞ്ഞിട്ടില്ല. അവൻ എല്ലാം മനസ്സിൽ തന്നെ വെച്ചു. എനിക്ക് തോന്നുന്നു വീട്ടുകാരോടോ എല്ലാം പറഞ്ഞെന്നാ തോന്നുന്നത്. പിന്നെ സംഗീത മാം ക്ലാസ്സിൽ എല്ലാവരോടും നല്ല രീതിക്ക് സംസാരിക്കുന്നു. മാം എല്ലാവരും നല്ല പഠിപ്പിക്കുന്നു. മാം എൻ്റെ അറിവിൽ അനാവശ്യ കാര്യങ്ങളിൽ പോയി ഇടപെടുക അങ്ങനെ ഒന്നുമില്ല. പഠിപ്പിക്കുന്നു, പോകുന്നു. പിന്നെ മാമിനൊന്നും അവിടെ വേറെ വോയിസ് ഇല്ല. എല്ലാം ഈ റാം സാറ് തന്നെയാണ് ചെയ്യുന്നത്. ഈ റാം തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അല്ലാതെ മാമിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാം അന്ന് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന ഉണ്ടാവും. ചിലപ്പോൾ മാമിന്റെ നിസ്സഹായ അവസ്ഥ കൊണ്ടായിരിക്കണം. അല്ലാതെ മാം വേറെ സ്റ്റുഡൻസിനെ ആയാലും നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവനങ്ങനെ തോന്നിയിട്ടുള്ളതായിരിക്കണം. എന്റെ അടുത്തൊരു സുഹൃത്തിന്റെ മീറ്റിംഗിനകത്ത് വെച്ച് പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ആർച്ച പറഞ്ഞോളൂ. മീറ്റിംഗിൽ തന്നെ മാർക്ക് കുറവായെന്നതിന് കുപ്പ എടുത്തെറിഞ്ഞിട്ട് പോയി. അവളങ്ങ് കരഞ്ഞോണ്ട് ഇറങ്ങി. എനിക്കപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവളിങ്ങനെ ആർച്ച കുപ്പി എടുത്തെറിഞ്ഞു എന്നു പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക്. അപ്പോൾ അവളോട് എന്താ പറയണ്ടേ ഒന്നും അറിയില്ല. നമുക്ക് പേടിയായിരുന്നു. ഇത് ഇനിയിപ്പോൾ കംപ്ലൈന്റ് ചെയ്ത് എന്താ ചെയ്യുക, ഇനി വീണ്ടും ഇപ്പൊ സസ്പെൻഷൻ കിട്ടിയ നേരത്തെ നമ്മൾ വരുന്നതിന് മുന്നേ സസ്പെൻഷൻ എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൽ ക്ലാസ്സിൽ തന്നെ ഒന്ന് പറയുന്നുണ്ട്, നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തോ, ഞാൻ വരുമ്പോൾ പൂർവാധിക ശക്തിയോടെ ഞാൻ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. അതായത് സസ്പെൻഡ് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് പറയുന്നത്. തിരിച്ചു വന്നാലും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്നല്ലേ? അതെ അതെ അതെ, യഥാർത്ഥത്തിൽ കൂടത്തേ ഉള്ളൂ. ആ ഒരു ടോക്കാ പറയുന്നത്. നിങ്ങൾ പരാതി കൊടുത്തിരുന്നോ ആർച്ച? റിട്ടേൺ കംപ്ലൈന്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. അതിന്മേലൊന്നും നടപടി ഉണ്ടായിട്ടില്ല എന്നാണോ? ഇല്ല,
ഇല്ല, ഞങ്ങൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് എന്റെ അറിവിൽ ആരും കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ആരും ചെയ്തിട്ടില്ല. നമുക്ക് പേടിയായിരുന്നു, കംപ്ലൈന്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അത് ബാധിക്കും എന്നുള്ള രീതി കൊണ്ട് നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ടില്ല. ഈ സ്റ്റാഫ് റാഗിംഗ് എന്ന് പറഞ്ഞ ചിലർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഈ സാധാരണഗതിയിൽ സീനിയേഴ്സ് ആണ് റാഗ് ചെയ്യുക, പക്ഷെ ഇവിടെ സ്റ്റാഫ് റാഗിംഗ് എന്ന് പറയുമ്പോൾ ഈ അധ്യാപകരിൽ നിന്ന് മാത്രമാണ് റാഗിംഗ് അനുഭവം ഉണ്ടായിട്ടുള്ളത് അല്ലേ? അതെ, സീനിയേഴ്സ് നമ്മൾക്ക് ഫസ്റ്റ് വന്നപ്പോൾ ജൂനിയേഴ്സ് സീനിയേഴ്സ് എന്നുള്ളൊരു ബന്ധം അവർ ഇതാക്കാൻ വേണ്ടി തന്നെ ചെറിയതായിട്ട് ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ പേര് ചോദിക്കും, അങ്ങനത്തെ രീതിയിലുണ്ടായിരുന്നു. അല്ലാതെ ഭയങ്കര സീവിയർ ആയിട്ട് ഒരു റാഗിങ്ങും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ഫ്രഷേഴ്സ് കഴിഞ്ഞ ശേഷം എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ട്. ഇപ്പം ഇതിന്റെ തന്നെ 3rd ഇയേഴ്സ് ചേട്ടന്മാരായിട്ടും ബാക്കിയുള്ളവരായിട്ടും നല്ല കമ്പനി ആയിട്ടുണ്ട്. ഞാനും എല്ലാവരും എല്ലാ സ്റ്റുഡൻസും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് സംസാരിക്കുക, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. റാഗിങ്ങിന്റെ ഇഷ്യൂവേ അല്ല, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ സംഗീത മാമിന്റെ ഇഷ്യൂ അല്ല, റാം സാറ് തന്നെയാണ് എല്ലാവരെയും ഇങ്ങനെ ചുമ്മാ റാഗ് ചെയ്യുന്നത്. ബാക്കി സ്റ്റാഫിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ഇയറിന്റെ മാത്രമേ എനിക്കറിയാവൂ. വേറെ സ്റ്റാഫിനും കുഴപ്പമില്ല. റാം സാറ് തന്നെയാണ് സ്റ്റുഡൻസിനെ വെറുതെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് നമുക്ക് ഡിപ്രഷന്റെ അവസ്ഥ വരെയാ. പേടിയാ ക്ലാസ്സിലിരിക്കാൻ. ക്ലാസ്സിൽ നിന്ന് ജസ്റ്റ് കണ്ണടച്ചാൽ തന്നെ നമുക്ക് പേടിയാ. കണ്ണടച്ച അറ്റൻഡൻസ് കളയും, ഇപ്പൊ പുറത്താക്കും എന്നുള്ള രീതി. നമ്മൾ കൈ പോലെ നിൽക്കത്തില്ല, ജസ്റ്റ് ചാരി ഇരുന്നാൽ തന്നെ ചാരി ഇരിക്കാൻ പോലും പേടിയില്ല. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നേ, ഇനി അടുത്ത എന്താ പറയാൻ പോണേ, നമ്മളെ വിളിക്കോ, എന്താണ് അടുത്ത ചെയ്യാൻ പോകുന്നേ എന്നുള്ളത് പേടിച്ചിരിക്കുന്നേ. നല്ല പേടിയാ. ക്ലാസ് എടുക്കുമോ നന്നായിട്ട്? പകുതി സമയം നിങ്ങളെ അധിക്ഷേപിക്കലാണല്ലോ. ഇല്ല, അതെ അതെ, ക്ലാസ് എടുക്കാറില്ല. ബോഡി ഷെയ്മിംഗ് ആണ്. മുസ്ലിംസിനെ കണ്ടാൽ പിന്നെ കഴിഞ്ഞു. എന്തേലൊക്കെ പറഞ്ഞ് എന്തേലൊക്കെ ഭയങ്കര ടോർച്ചറിങ് ആണ്. അവരെ പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഇപ്പം ഇച്ചിരി വണ്ണമുള്ള കുറച്ച് ഫ്രണ്ടിലെ ഗേൾസ് ഇപ്പൊ എന്നെ തന്നെ പറഞ്ഞു യു ഫാറ്റി ലേഡി എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇച്ചിരി ഫെയർ ആയിട്ടുള്ള സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ, സ്കിൻ ടോൺ ഉള്ളവർക്കാണെങ്കിൽ ഓ യു ലുക്ക് ലൈക്ക് സിംഗല്ല എന്നാ പറയുന്നത്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ നമ്മളെല്ലാം ഇങ്ങനെ നിൽക്കുക, എന്താ പറയണേ നമുക്കറിയില്ല. എല്ലാം പറയുന്നതിനൊക്കെ നമ്മൾ തലയാട്ടിരിക്കുക, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ പരാതിപ്പെടാൻ ധൈര്യപ്പെടാത്ത എന്തുകൊണ്ടാണ്? മാർക്ക് തരില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ? മാർക്ക്, ഇന്റേണൽ മാർക്കിന്റെ ഭയം കൊണ്ട് തന്നെ നമ്മൾ പരാതി ചെയ്യാത്തെ. ഇനിയിപ്പം കംപ്ലൈന്റ് കൊടുത്താൽ തന്നെ അത് മനസ്സിലാവും. ഓക്കെ, നമ്മളെ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളായിരിക്കും കംപ്ലൈന്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ കംപ്ലൈന്റ് ആയിട്ട് പോകുമ്പോൾ ഓക്കെ ഫസ്റ്റ് ഇയേഴ്സ് ആണ് കംപ്ലൈന്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ വീണ്ടും നമ്മൾ ടോർച്ചർ ചെയ്യത്തേ ഉള്ളൂ എന്ന് ഭയം കൊണ്ടാണ് നമ്മൾ ആരും കംപ്ലൈന്റ് ചെയ്യാത്തെ. നിതിൻ ഒരു മറുപടി കൊടുത്തിരുന്നു അല്ലേ? വല്ലാതെ സംസാരിച്ചപ്പോൾ നിതിൻ മറുപടി കൊടുത്തു. എന്താണ് പറഞ്ഞ? നിങ്ങളുടെ മുന്നിൽ നിന്നായിരുന്നു അത് സംഭവിച്ചത്? അതെ, നിതിനോട് ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോ തന്നെ ഇങ്ങനെ പേപ്പറൊക്കെ ചോദിച്ചു, നല്ല രീതിക്ക് ഹറാസ് ചെയ്തു, അമ്മയെ പറഞ്ഞു, എല്ലാം പറഞ്ഞിട്ട് അവൻ ഓക്കെ കേട്ടോണ്ടിരുന്നു. അവൻ ഒന്നും മിണ്ടിട്ടില്ല. ആദ്യം തൊട്ട് പകുതി വരെ ഒന്നും മിണ്ടില്ല. ലാസ്റ്റ് ആയപ്പോ എന്തോ പറഞ്ഞു ഓക്കെ എനിക്ക് ഈ കോളേജിൽ പഠിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അപ്പോഴേ ഇറങ്ങി. എന്നിട്ട് ആ പുള്ളിക്കാരൻ പിറകെ അങ്ങ് ഇറങ്ങി. പിന്നെ എന്താ സംഭവിച്ചെന്നും അറിയില്ല. പിന്നെ സ്റ്റാഫ് റൂമിൽ എന്തോ ആയിരുന്നു, പിന്നെ ഒന്നും കണ്ടിട്ടില്ല. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണോ ഈ മരണം സംഭവിച്ചത്? ഈ സംഭവം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുന്നേ ഈ സംഭവം നടന്നത്. ഈ മരണത്തിന് കാരണം എന്തായിരിക്കും എന്നാണ് അർച്ച കരുതുന്നത്? പിന്നെയും ഈ അധ്യാപകന്റെ സംസാരം നിതിനുമായി നിങ്ങൾ കേൾക്കാതെ ഉണ്ടായിരുന്നു എന്ന് കരുതുന്നുണ്ടോ? പിന്നീട് ക്ലാസ്സിൽ എല്ലാ ദിവസവും നിതിൻ ക്ലാസ്സിൽ വരുമായിരുന്നു. മരിക്കുന്നതിന്റെ തൊട്ട് തലേന്നും ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. എന്താണ് ആ ദിവസങ്ങൾ എങ്ങനെയാണ് ഓർക്കുന്നത്? അന്ന് വെള്ളിയാഴ്ച നമുക്ക് അവന് ഒരു പീരീഡേ ഉണ്ടായിരുന്നുള്ളൂ, ഡെന്റൽ അനാട്ടമി ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് അവൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നു. എനിക്ക് എ ബാച്ച് ബി ബാച്ച് ഉണ്ട്. അപ്പൊ എ ബാച്ചിന് പ്രാക്ടിക്കൽ ഉള്ള ദിവസം ഫ്രൈഡേ, ഡെന്റൽ. അവന് ഫിസിയോളജി ക്ലാസ് അന്ന് ഇല്ലായിരുന്നു. അപ്പൊ അവർക്ക് 1 മണിക്കൂർ മാത്രമേ ഡെന്റൽ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അവൻ വന്നിട്ടില്ല. പിന്നെ അതിന്റെ തലേ ദിവസം അനാട്ടമി എക്സാം ആയിരുന്നു. അതിന്റെ ദിവസം ഇലക്ഷൻ ആയിരുന്നു. പിന്നെ വെനസ്ഡേ ആയിരുന്നു അനാട്ടമി എക്സാം. നല്ല രീതിക്ക് നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ എക്സാം എഴുതി പേപ്പറൊക്കെ വാങ്ങിച്ച് 2ാമതും പേപ്പർ വാങ്ങിച്ചിട്ടൊക്കെ പോയി. അപ്പൊ ഞാൻ ചോദിച്ചു നീ എല്ലാം പഠിച്ചല്ലേ? അപ്പൊ ഞാൻ പഠിച്ചിട്ടാ വന്നേ. അങ്ങനെ പഠിത്തത്തിൽ നല്ല രീതിക്ക് മുൻഗണനയിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അന്നത്തെ ദിവസമൊക്കെ നല്ല ഹാപ്പി ആയിട്ട് എക്സാം നല്ല എളുപ്പമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നന്നായി പരീക്ഷ എഴുതി പോയി പിറ്റേ ദിവസമാണ് ഇത് സംഭവിക്കുന്നത് അല്ലേ? പരീക്ഷ കഴിഞ്ഞ് പിറ്റേ ദിവസം എലക്ഷൻ, അത് കഴിഞ്ഞിട്ടുള്ള ഫ്രൈഡേ. ഇലക്ഷന്റെ ദിവസം വന്നിരുന്നോ? ഫ്രൈഡേ ആയിരുന്നു. ഇലക്ഷന്റെ ദിവസം വന്നിരുന്നോ? ഇലക്ഷൻ നമുക്ക് അവധിയായിരുന്നു. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഹോസ്റ്റൽ തൊട്ടടുത്ത് തന്നെയാണോ? ഞങ്ങള് ഗേൾസ് ഹോസ്റ്റലും ബോയ്സ് ഹോസ്റ്റലും കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. ഈ ഹോസ്റ്റലിലും ഇതിന് റൂം കിട്ടിയിരുന്നില്ല അല്ലേ? സിക് റൂം അല്ലേ കൊടുത്തിരുന്നത്? നിതിൻ അതെ വേറെ റൂമിലായിരുന്നു. അപ്പൊ അവന്റെ റൂം റീപ്ലേസ് ആയപ്പം വേറെ റൂം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ
ഈ സിക്ക് റൂം എന്ന് പറയുന്നത് ഈ ഹോസ്റ്റലിന്റെ ഭാഗത്തല്ല, വേറെ തന്നെയാണോ, മാറിയാണോ? അല്ലല്ല, ഹോസ്റ്റലിനുള്ളിൽ തന്നെ അല്ല, ഹോസ്റ്റലിനുള്ളിൽ തന്നെ സിക്ക് റൂം. ഈ റൂം കിട്ടാത്തതിനെ ചൊല്ലിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? റൂം കിട്ടുന്ന കാര്യം എന്തുകൊണ്ടാണ് അവിടെ വേറെ റൂം ഉണ്ടായിട്ടും കൊടുത്തില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത്. അതെന്താണ് അറിയാനാകുന്നത് ആർച്ചയ്ക്ക്? ഇല്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അവൻ ഉണ്ടായിരുന്ന റൂമിൽ വേറൊരു കുട്ടി കയറി എന്നാണ് ഞാൻ അറിഞ്ഞത്. റൂം ഉണ്ടായിട്ട് കിട്ടാതെയാണോ അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ ഈ അധ്യാപികയ്ക്കെതിരെ പരാതി എങ്ങനെയാണ് വന്നത്? അപ്പോൾ ഈ അധ്യാപകൻ മാത്രമാണ് പ്രതിക്കൂട്ടിലെന്നാണ് ആർച്ചയ്ക്ക് തോന്നുന്നത് അല്ലേ? അതെ അതെ, സംഗീത മാം എനിക്കതിന് തോന്നിയിട്ടില്ല. ഇപ്പൊ എന്താ ക്ലാസ്സിലായാലും ഇപ്പൊ സീനിയേഴ്സിനോട് ആരടുത്ത് ചോദിച്ചാലും സംഗീത മാമിനെ പറ്റി നല്ലത് മാത്രമേ എല്ലാവരും പറയത്തുള്ളൂ. മേ ബി അവൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കണം. അല്ലാതെ സംഗീത മാം ഒരിക്കലും ഒരു കുട്ടിയെ ഒന്നും വേദനിപ്പിക്കാത്ത ഒരാളാണ്. പഠിപ്പിക്കണം, കുട്ടികൾ നന്നാവണം, നല്ല നല്ല രീതിക്ക് എക്സാം എഴുതണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള മാം ആണത്. ടീച്ചർ എന്ന് തന്നെ വിളിക്കാൻ പറ്റും. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ ആരോപണം, അതാണല്ലോ ഇപ്പോൾ പോലീസ് പറയുന്നത്, അതേക്കുറിച്ച് എന്തെങ്കിലും ആർച്ചയ്ക്ക് അറിയാമോ? അന്ന് ഈ സംഭവം നടന്നപ്പോൾ ഇങ്ങനെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ലതാ മാമിന്റെ നമ്പർ വെച്ച് ഇങ്ങനെ എന്തോ ലോണിന്റെ ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നു, മാമിന് ഇങ്ങനെ OTP കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്, അങ്ങനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല. അല്ല, അങ്ങനെ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അധ്യാപികയുടെ പേര് പറഞ്ഞിട്ടാണോ? അങ്ങനെയാണെങ്കിൽ അധ്യാപിക അറിയേണ്ടതല്ലേ? അതേക്കുറിച്ച് അറിയില്ല അല്ലേ? ആർച്ചയ്ക്ക് അറിയില്ല. ഇല്ല, എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഇല്ല. ശരി, ശ്രീ പ്രേംചന്ദ് കേൾക്കാമോ? ഒരു കോളേജിൽ ഒരു അധ്യാപകൻ, കോളേജിലല്ല ഒരു അധ്യാപകൻ എങ്ങനെ പെരുമാറരുത് എന്നതിന്റെ ഉദാഹരണമാണ് ഈ ഡോക്ടർ റാം എന്ന് വേണം മനസ്സിലാക്കാൻ. സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥികളും പറയുന്ന അനുഭവങ്ങൾ നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. ക്ലാസ്സിൽ നിരന്തരമായി അധിക്ഷേപിക്കാൻ മാത്രമായി ഒരു അധ്യാപകൻ എത്തുക, അത് പരാതിപ്പെട്ടാൽ തന്നെ നടപടിയെടുത്താലും എത്രത്തോളം പോകുമെന്ന് എനിക്കറിയാം, ഞാൻ വീണ്ടും മടങ്ങിയെത്തും പൂർവാധികം ശക്തിയോടെ എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഇയാൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് പ്രേംചന്ദ്? എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന ചോദ്യത്തിന് ഏറ്റവും ലളിതമായ ഉത്തരം നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളായാലും ശരി, കേരളത്തിന്റെ നവോത്ഥാനമായാലും ശരി, ഇന്ന് തിരിഞ്ഞു നടക്കുന്ന ഒരു കാലത്താണ്. ആചാര സംരക്ഷണമാണ് നമ്മൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ ദൗത്യം. ഈ ആചാര സംരക്ഷണം എന്ന് പറഞ്ഞാൽ ജാതിയുടെ സംരക്ഷണം തന്നെയാണ്, ജാതിയുടെ ഹയറാർക്കി സംരക്ഷിക്കൽ തന്നെയാണ്. ഈ ജാതിയുടെ ഹയറാർക്കി സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ഒരു അധ്യാപകനിലേക്ക് മാത്രം കുറ്റം ചാർത്തുന്നതിൽ അല്ല കാര്യം. ഇവിടെ ഒരു വിദ്യാർത്ഥി സ്വാതന്ത്ര്യം കിട്ടിയ 80 വർഷത്തിന് ശേഷവും ആ കുട്ടിക്ക് ഒരു ഇഞ്ച് ഭൂമി ഈ ഭൂമിയിലില്ല. അതേ സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീറെഴുതി കൊടുത്ത 200 ഏക്കർ മുതൽ 500 ഏക്കർ വരെയുള്ള അഞ്ചരക്കണ്ടി എസ്റ്റേറ്റ് ഇന്നും ഏതൊക്കെയോ സ്വകാര്യ മുതലാളിമാർ കൈവശം വെച്ചിരിക്കുന്നു. അവിടെ ഭൂപരിഷ്കരണം സമ്പൂർണമായിട്ടും അട്ടിമറിക്കപ്പെടുകയും ആ ഭൂമി ഒരു കാരണവശാലും ദളിതരിലേക്കോ ആദിവാസികളിലേക്കോ പട്ടികജാതി പട്ടികവർഗങ്ങളിലേക്കോ എത്താതിരിക്കുകയും ചെയ്തു എന്നതിലാണ് ഇതിന്റെ രാഷ്ട്രീയം ഉള്ളടങ്ങി. 2 ദിവസം ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമ്പൂർണമായ ചർച്ചകൾ ഞാൻ നിരീക്ഷിച്ചിരുന്നു. അഞ്ചരക്കണ്ടി കോളേജിന്റെ ചെയർമാൻമാരും അതിന്റെ ട്രസ്റ്റികളും ഒന്നും എന്താണോ ഈ ചർച്ചയിൽ എവിടെയും കാണാത്തത്. ഒരു ചാനലും അതിലാരെയും നമ്മളുടെ ഈ മാധ്യമ ലോകത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. അവരല്ലേ ആദ്യമായിട്ട് വിചാരണ ചെയ്യപ്പെടേണ്ടത്. ഇങ്ങനെയാണ് അവർക്ക് ഇത്രയും ഭൂമിയും ആസ്തിയും സ്വാതന്ത്ര്യത്തിന് ശേഷം സംരക്ഷിക്കാൻ പറ്റിയത്. അത് ഭൂപരിഷ്കരണത്തിന്റെ അട്ടിമറിയാണ്. ജാതിയും ആചാരവും സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ചെയ്ത ചതിയുടെ ഇരകളാണ് ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ആത്മഹത്യ ചെയ്ത നിതിൻ രാജ് വരെയുള്ള മുഴുവൻ കുട്ടികളും. ഇതിനെ ആത്മഹത്യ എന്നല്ല വിളിക്കേണ്ടത്, കൊലപാതകം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ തന്നെയാണത്. ആദ്യം ഇവിടെ വിചാരണ ചെയ്യപ്പെടേണ്ടത് ഈ ഭൂമി, ഇത്രയും ഏക്കർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന, എങ്ങനെയാണ് അതിന്റെ നീതി, അതിന്റെ നിയമ സംവിധാനം ഉണ്ടായിത്തീരുന്നത്? അത് നമ്മളുടെ രാഷ്ട്രീയമായ ഒത്തുതീർപ്പാണ്, ഭൂപരിഷ്കരണത്തിന്റെ അട്ടിമറിയാണ്. ഈ അട്ടിമറിയിലാണ് ഇത്തരം കൊലപാതകങ്ങളുടെ സാരാംശം ഉള്ളടങ്ങിക്കിടക്കരുത്. അതിന്റെ അവസാനം കണ്ട രക്തസാക്ഷിയാണ് നിതിൻ രാജ് എന്ന് മാത്രം. ഈ ചർച്ചയെ ഏതെങ്കിലും ഒരു അധ്യാപകനിലേക്ക് മാത്രം വഴിതിരിച്ചു വിട്ട് ഈ ആചാര സംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും
നവോത്ഥാനത്തിൽ നിന്നുള്ള തിരിഞ്ഞു നടത്തത്തിലേക്ക് തന്നെയാണ് ഫോക്കസ് പോകേണ്ടത്. അവിടെയാണ് ഇതിന്റെ രാഷ്ട്രീയമായ കാമ്പ്, അതിന്റെ പേര് പതിയിരിക്കുന്നത്. ശരി, അങ്ങ് അടിസ്ഥാനപരമായ വിഷയം, അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം ഷമാസിലേക്ക്. മുഹമ്മദ് ഷമാസ്, ഇപ്പോൾ ശ്രീ പ്രേംചന്ദ് സംസാരിച്ച് കേട്ടല്ലോ, എവിടേക്കോ രാഷ്ട്രീയ പാർട്ടികളും പ്രതിക്കൂട്ടിലാകുന്ന കാരണങ്ങൾ ഉണ്ട്. എങ്ങനെയാണ് ഇത്ര ഏക്കർ സ്ഥലം ഈ കോളേജിന് കിട്ടിയത്? ഇതിലെ ട്രസ്റ്റി, ചെയർമാൻ, ഇവരെയൊന്നും നമ്മൾ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടും ഇവരെയൊന്നും കിട്ടുന്നില്ല, അവരുടെ പ്രതികരണം കിട്ടുന്നില്ല. കോളേജ് അധികൃതരുടെ ഒരു പ്രതികരണമെങ്കിലും നമുക്ക് എടുക്കാൻ സാധിച്ചോ? ആരും പ്രതികരിക്കാൻ തയ്യാറല്ല. അപ്പോൾ പ്രതികരിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ധൈര്യം എവിടെ നിന്ന് കിട്ടുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ രാഷ്ട്രീയ പാർട്ടികളും പ്രതിക്കൂട്ടിലാകുന്നുണ്ട്. ഷമാസ്, സ്മൃതി, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഈ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങൾ ആ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അവിടുത്തെ മെഡിക്കൽ കോളേജായിട്ട് പോലും അവിടെ മെഡിക്കൽ അഡ്മിഷൻ ഇല്ല, അവിടെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല, അഫിലിയേഷൻ റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നിരവധി വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടി ഒടുവിൽ പെരുവഴിയിലാകുന്ന സാഹചര്യം വരെ ഉണ്ടായി. അവർ സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം ഇതുപോലെ സമാനമായി വിദ്യാർത്ഥികൾ പ്രതിസന്ധിയും പ്രശ്നങ്ങളും നേരിടുമ്പോൾ ഒളിച്ചോടുന്ന ഒരു മാനേജ്മെന്റാണ്. ആ മാനേജ്മെന്റിന് കൃത്യമായ ചില രാഷ്ട്രീയ സംരക്ഷണങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് ഈ വേളയിലും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ഈ സമയം വരെ ഇപ്പോഴും ഞാൻ ഈ ചർച്ചയ്ക്കിടയിൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് എടുത്ത് നോക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വീടിന് തൊട്ടടുത്ത് കേവലം ചുരുങ്ങിയ കിലോമീറ്റർക്കടുത്ത് ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുമ്പോൾ ഇങ്ങനെ അതിദാരുണമായ ഒരു വിദ്യാർത്ഥി, കേരളത്തിന്റെ പൊതുസമൂഹം ആകെ തലകുനിക്കപ്പെടുന്ന രീതിയിൽ ജാതി അധിക്ഷേപത്തിന്റെയും ഈ പറഞ്ഞ ക്യാമ്പസിലെ ഈ പീഡനത്തിന്റെയും പേരിൽ ഒരു വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ടിട്ട് ഒരു വാക്ക് ഉരിയാടാത്ത, ഒരു വരി അനുശോചനക്കുറിപ്പ് പോലും രേഖപ്പെടുത്താത്ത രീതിയിലേക്ക് ആ മണ്ഡലത്തെ തന്നെ പ്രതിദാനം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിട്ടുണ്ട് എങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ചില രാഷ്ട്രീയ സംരക്ഷണങ്ങൾ കൂടെ വരും ദിവസങ്ങളിൽ പുറത്തു വരും. അത് പ്രകടമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് മനസ്സിലാക്കിയ ഈ വിഷയത്തെ ആകെ വഴിതിരിച്ചു വിടാൻ ലോൺ ആപ്പ് എന്ന് പറയുന്നൊരു ഇതിലേക്കൊരു ചർച്ച മാറ്റുന്നതിന് വേണ്ടി ആസൂത്രിതമായ ചില നീക്കങ്ങൾ പോലീസിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്നുണ്ടായി. ആ രക്ഷിതാക്കളുടെ പ്രയാസവും അവർ ഉയർത്തിയ ആശങ്കകൾക്കും ഇന്ന് ഈ നിമിഷം വരെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തത വരുത്താൻ പോലീസിന് കഴിഞ്ഞോ? ആ പ്രിയപ്പെട്ട നിതിൻ രാജിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു, ഞങ്ങളുടെ മകനെ കൊന്നതാണ്, തള്ളിയിട്ട് കൊന്നതാണ് എന്ന് പരസ്യമായി മാധ്യമങ്ങളിലൂടെ അവർ ഒരാശങ്കയും ഒരു പ്രയാസവും പങ്കുവെച്ചിട്ട് അതല്ല, ഇന്ന രീതിയിലാണ്, ആത്മഹത്യയാണ് എന്നത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വ്യക്തത വരുത്താൻ ഈ പോലീസ് സംവിധാനത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ ഒരാളുടെയും ഒരു പ്രതികരണവും ഇന്ന് ഈ സമയം വരെ പുറത്തു വന്നിട്ടില്ല. എന്തിനേറെ പറയുന്നു, സ്വന്തം ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിട്ട് ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അവിടെ ഒന്ന് സന്ദർശനം നടത്താൻ പോലും ഈ പറയപ്പെട്ട കോളേജ് അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പിന്നെ പോലീസ് ഇപ്പോഴും ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇരുട്ടിൽ തപ്പുന്നത് പോലെ അഭിനയിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുരൂഹതകൾ തുടരുന്നു. ഞാൻ ഒരു കാര്യം മാത്രം സ്മൃതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഈ ഒന്നാമത്തെ FIR ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ ഒരു FIR തയ്യാറാക്കുന്നുണ്ട്. ആ FIR ഈ പറഞ്ഞ 10-ാം തീയതി എടുത്ത FIR-ലെ 202/2026 നമ്പർ FIR-ൽ വളരെ കൃത്യമായിട്ട് ഈ പറയപ്പെട്ട സംഭവം നടന്ന സമയം, അതായത് നിതിൻ രാജ് വീണ് കിടക്കുന്ന രീതിയിൽ ഉൾപ്പെടെ സംഭവം കണ്ട സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത് 3:35 അതേ 3:35 അടുത്ത സമയം തന്നെ മരണപ്പെട്ടു എന്നും അതേ മൊഴിയിൽ FIR-ൽ ഉൾപ്പെടെയുള്ള മൊഴിയിൽ രേഖപ്പെടുത്തിയതായിട്ടും കാണുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സമയം വളരെ ഗൗരവകരമാണ്. 6 മണിക്കാണ്. അന്ന് ഈ പറഞ്ഞ 3:35 മരണം നടന്നു എന്ന് FIR-ൽ ഉൾപ്പെടെയുള്ള മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതേ സ്ഥാനത്ത് ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ ചുരുങ്ങിയ 3 കിലോമീറ്റർ അപ്പുറം മാത്രമുള്ള ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വിവരം ലഭിച്ചത് എന്ന് പറയുന്ന 6 മണിക്കാണ്. ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, എന്ത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോലും ആ സമയത്ത് വിവരം നൽകാതിരുന്നത്? പിന്നീട് അങ്ങോട്ടുള്ള പൊരുത്തക്കേടുകളുടെ ഘോഷയാത്രയാണ്. ഏറ്റവും ഒടുവിൽ ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ വളരെ ഗുരുതരമായ ചില വസ്തുതകൾ കൂടി ചൂണ്ടിക്കാണിക്കാതെ പോകാൻ കഴിയില്ല. അദ്ദേഹം 7:45 റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമങ്ങളെയും കണ്ടുകൊണ്ട് പറയുകയാണ്, ഈ വിഷയത്തിൽ മറ്റൊരു വശം കൂടി ഉണ്ട്. സൈബർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. കണ്ണൂർ സൈബർ പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പറയാണ്. ആ പറയുന്ന സമയം 7:45. ആ സമയത്ത് അതുപോലെ FIR തയ്യാറായിട്ടില്ല.
അങ്ങനെ ഒരു FIR ഇട്ടിട്ടില്ല. ഞങ്ങൾ അവിടെ സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ FIRന്റെ നമ്പർ ഉൾപ്പെടെയാണ് പറയുന്നത്. 12/26 എന്ന FIR നമ്പർ ഉൾപ്പെടെ പറഞ്ഞ് ആ വിശദീകരണം നൽകുന്നതിന് തൊട്ട് പിന്നാലെ ഞങ്ങൾ ആ FIR തേടിപ്പോയി. അങ്ങനെ ഒരു FIR രാത്രി 11:45 വരെയും എടുത്തിട്ടില്ല. ശേഷം FIR എടുത്തിട്ടുണ്ട്. ആ FIRൽ തന്നെ പറയുന്ന മറ്റു ചില വസ്തുതകൾ കൂടിയുണ്ട്. 8 മണിക്ക് മൊഴി രേഖപ്പെടുത്തിയെന്ന് പറയുന്നത്, ഈ പറയുന്ന ഒരു അധ്യാപികയുടെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പണം വായ്പ എടുത്തതിന് വിളി വന്നു. നിതിൻ രാജിന്റെ പേരിൽ ഉള്ള ഫോണിൽ നിന്ന് വിളി വന്നു, ഈ പറഞ്ഞ ആപ്പുമായി ബന്ധപ്പെട്ട് വിളി വന്നു എന്ന് പറയുമ്പോൾ 8 മണിക്ക് മൊഴിയെടുത്ത കേസിൽ എങ്ങനെയാണ് കമ്മീഷൻ 7:45 കേസെടുത്തു എന്ന് പറയുന്നത്? അതിനടിസ്ഥാനപരമായി പലതരത്തിലുള്ള പൊരുത്തക്കേടുകളും ആ FIRൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇവിടെ ഏതൊക്കെയോ ചില ആളുകളെ രക്ഷിക്കാൻ ഈ പറയപ്പെട്ട അധ്യാപകൻ, നേരത്തെ ഇവിടെ ദിനു സൂചിപ്പിച്ചല്ലോ, ഒരു അധ്യാപകൻ എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത, അധ്യാപക സമൂഹത്തിന് തന്നെ അപമാനമായ, ഇത്രയും വംശീയമായി ജാതീയമായി ഒക്കെ അധിക്ഷേപിക്കുന്ന, നിറത്തിന്റെ പേരിൽ അധിക്ഷേപിക്കുന്ന ഒരാളെ ആ ക്യാമ്പസിൽ പഠിപ്പിക്കാൻ പോയിട്ട് ആ ക്യാമ്പസിന്റെ കോമ്പൗണ്ടിനകത്ത് കാലുകുത്താനുള്ള യോഗ്യത അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തെ പിരിച്ചുവിടാൻ എന്തുകൊണ്ടാണ് തയ്യാറാത്തത്? ഈ 4 ദിവസം പിന്നിട്ട് ഈ പറഞ്ഞ FIR എടുത്ത് ജാമ്യമില്ലാ വകുപ്പും ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള വകുപ്പുകളെടുത്ത് കേസ് പേരിന് പോലീസ് എടുത്തു. എന്നാലെങ്കിലും ആ അധ്യാപകനെ HOD ക്യാമ്പസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും ഈ പറഞ്ഞ മാനേജ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ കാണിക്കണ്ടേ? ഞങ്ങൾ വളരെ ആധികാരികമായി തന്നെ ഇന്ന് പ്രതിഷേധ സമരം നടത്തുമ്പോഴും ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇക്കാര്യത്തിൽ നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതിന് ഏതറ്റം വരെയും ഞങ്ങൾ പോകും. അതിന് ഏത് രാഷ്ട്രീയ സംരക്ഷണം ഇവർക്ക് നൽകിയാലും, ഏത് പണക്കൊഴുപ്പിന്റെ അഹങ്കാരം കാണിച്ചാലും, ഏത് പോലീസ് സംരക്ഷണ വലയം തീർത്താലും വളരെ കൃത്യമായി കേരളം ഒരു സംസ്ഥാനത്ത് നിരവധിയായ പ്രതിസന്ധികൾ അതിജീവിച്ച്, ഇവിടെ നിതിൻ രാജിന്റെ കുടുംബത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ, പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് പ്രതീക്ഷയുമായിട്ടാണ് കണ്ണൂരിൽ അഞ്ചരക്കണ്ടിയിലേക്ക് നിതിൻ രാജ് കടന്നു വന്നത്. ആ വിദ്യാർത്ഥിയുടെ ഭാവി, ആ കുടുംബജീവിതം, ആ സമൂഹത്തിനും നാടിനും ഒക്കെ പ്രതീക്ഷയെ വളർന്നു വരുന്ന എത്രയോ ചെറുപ്പക്കാർ സമാനമായ രീതിയിൽ നിലവിൽ നമ്മുടെ ക്യാമ്പസുകളിൽ പഠിക്കുന്നുണ്ട്. ഇനിയും നമ്മൾ മുമ്പൊക്കെ പലപ്പോഴും പറയാറുണ്ട്, സത്യം പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അപമാനഭാരത്തോടുകൂടി തന്നെയാണ് ഈ വാക്ക് ഉച്ചരിക്കേണ്ടി വരുന്നത്. ഇനിയൊരു നിതിൻ രാജ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. നമ്മൾ ഈ കേസ്, ഈ പറഞ്ഞ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ, ലോഹിത് ഉമ്മലയുടെ വിഷയത്തിൽ, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. എന്നിട്ടും ഒടുവിൽ നമ്മളിപ്പോ നിതിൻ രാജിന്റെ പേരിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കേണ്ടി വരുന്ന ഗതികേടിനെ ഓർത്ത് സഹതപിക്കുകയാണ്. നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറുകൾ ഇതിനകത്തുണ്ട്. കാര്യക്ഷമമായ നടപടികൾ ഇല്ലാത്തതിന്റെ പ്രയാസമുണ്ട്. നമ്മുടെ രക്ഷിതാക്കൾ അന്നത്തെ ഉപജീവനത്തിൽ നിന്ന് നീക്കിയിരിപ്പ് വെച്ചാണ് ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളെ, ഈ നിതിൻ രാജിനെ പോലുള്ള ആളുകളെ പഠിപ്പിച്ച് പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നത്. ആ തലമുറയുടെ കണ്ണുനീരിനെ, അതിനെ വില കുറച്ച് കാണാൻ വേണ്ടി കഴിയില്ല. ഈ സംസ്ഥാനത്ത് നിലവിൽ ഇങ്ങനെ ഒരു ക്യാമ്പസിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനെ കണ്ടിൽ നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. ദിനുവേൽ, ഇപ്പോൾ ഇതിന്റെ കാര്യത്തിൽ എന്ത് നീതി ലഭിക്കും ആ കുടുംബത്തിനെന്നാണ് ദിനുവിന്റെ പ്രതീക്ഷ? ഇപ്പോൾ SC/ST ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി സംഘടനകൾ ഒന്നാകെ തന്നെ എല്ലാവരും, അഭിപ്രായ വ്യത്യാസം കൂടാതെ എല്ലാവരും അവിടേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് തുടരുകയും ചെയ്യുമെന്നാണ് ഞാൻ ഷമാസിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതിൽ അങ്ങ് പ്രതീക്ഷിക്കുന്നത്? ഈ അധ്യാപകൻ വീണ്ടും അവിടെ പഠിപ്പിക്കാൻ വരുമോ? നോക്കൂ, സമാനമായിക്കൊണ്ട് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ രോഹിത് വേമുല ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന് വിധേയമായതിനു ശേഷം ഞാൻ രോഹിത്തിന്റെ അമ്മ രാധിക അമ്മയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത്, അന്ന് സ്റ്റേറ്റ് ഒരു ഈ യൂണിവേഴ്സിറ്റി ഒരു കോമ്പൻസേഷൻ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്ഷങ്ങളായിരുന്നു. അമ്മ ആ തുക നിരസിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ തരുന്ന ഈ ലക്ഷങ്ങൾ ഇന്ന് കൈ കിട്ടിയിട്ട് എൻ്റെ മകന് ഒരു ബിസ്ക്കറ്റ് പോലും വാങ്ങിച്ചു കൊടുത്ത് അവനത് കഴിക്കാൻ പറ്റില്ല, അവന് നിങ്ങൾ കൊന്നു കളഞ്ഞു എന്നുള്ളതാണ്. സമാനമായി നിതിൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ നിന്ന് ID കാർഡ് പൊന്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇവന് ചായ ഇട്ട് കൊടുക്കൂ, ചായ കുടിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇന്ത്യക്കകത്ത് സ്മൃതി കഴിഞ്ഞൊരു 3 വർഷത്തെ മാത്രം കണക്ക്, 2023 വരെയുള്ള മാത്രം, 2020-23 വരെയുള്ള മാത്രം കണക്കിനകത്ത് 35,000 വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. 35,000. ഞാനും ഒക്കെ അടങ്ങുന്ന ആളുകൾ ഈ പ്രായത്തിൽ പോലും വീട്ടിലേക്ക് തിരിച്ചു കയറുന്ന സമയത്ത്, ലേറ്റ് ആവുന്ന സമയത്ത് കാത്തു നിൽക്കുന്ന അമ്മമാരെ അറിയാം. 35,000 അമ്മമാർക്കാണ് അങ്ങനെ കാത്തിരിക്കാൻ മക്കളില്ലാതായി പോയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ 35,000 അമ്മമാർക്കും മാതാപിതാക്കൾക്കും മക്കളില്ലാതായി പോയത് അവരുടെ വ്യക്തിപരമായ ഏതെങ്കിലും മാനസിക പ്രശ്നങ്ങളാലല്ല. ഈ പറഞ്ഞ പോലെ റാം അടക്കമുള്ള അധ്യാപകർ ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് മക്കളെ അയക്കുന്ന സമയത്ത് അറവുശാലകളിലേക്കാണ് മക്കളെ അയക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. സ്മൃതി, ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, റാമിനെ പോലെയൊക്കെയുള്ള ഈ രീതിയിലുള്ള വർഗീയത ഉള്ളിലുള്ള മനുഷ്യന്മാർ, വിദ്യാർത്ഥികളെ ജാതിയും മതവും നിറവും ഒക്കെ നോക്കി വേർതിരിക്കുന്ന അധ്യാപകരുണ്ടല്ലോ,
ദയവ് ചെയ്ത് ഇവർ അധ്യാപകരാവാൻ വേണ്ടി തുനിയരുത്. ഇവർക്ക് നല്ലത് വല്ല അറവുശാലയിലും പോയി പണിയെടുക്കുക എന്നുള്ളതാണ് റാമിനെ പോലുള്ള ആളുകൾക്കുള്ള പണി എന്ന് പറയുന്നത്. ഇത്ര ക്രൂരരായിട്ടുള്ള മനുഷ്യർ ഒരിക്കലും അധ്യാപന ജോലിയിലേക്ക് വരരുത് എന്നുള്ളതാണ്. എനിക്കൊരു വിദ്യാർത്ഥി ഉണ്ട്, അവൻ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള വൾണറബിൾ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. കാട്ടിനുള്ളിൽ 17 കിലോമീറ്റർ അകത്തുനിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥിയാണ് അട്ടപ്പാടി. അവന്റെ നാട്ടിൽ അതിരിന് പറയാ പൊയ് എന്നാണ് സ്മൃതി, പൊയ് എന്നാണ് പറയുന്നത്, നുണ എന്നാണ് പറയുന്നത്. അതിരുകളെ കുറിച്ച് പോലും ആലോചിക്കാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന മൂല്യങ്ങളും പേറിയിട്ടാണ് ദളിത് ആദിവാസി സമൂഹത്തിലെയും പിന്നോക്ക സമുദായത്തിലെയും പാവപ്പെട്ടവന്റെ മക്കളും ക്ലാസ് മുറികൾക്കകത്തേക്ക് കയറി വരുന്നത്. അവരെ ഇത്തരം അതിരുകൾ ഉണ്ടാക്കി വേർതിരിക്കുന്ന അധ്യാപകരെ പിരിച്ചുവിടുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ളത്. അതോടൊപ്പം തന്നെ പായൽത്തടിയുടെ കേസ് 7 വർഷമായി നീതി കിട്ടാതെയാണ് ഇവർ ഇപ്പോഴും നിൽക്കുന്നത്. ഇവിടെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മറ്റു 2 മെസ്സേജുകൾ കൂടെ വന്നു. 12 വിദ്യാർത്ഥികളെയാണ് ആ കോളേജിൽ അധ്യാപകനെ മാനസിക സമ്മർദ്ദമാണെന്ന് പറഞ്ഞിട്ട് തോൽപ്പിച്ച് കളഞ്ഞത്. അധ്യാപകർ ടെൻഷൻ ആയിരുന്നത്രേ, സ്ട്രെസ് ആയിരുന്നത്രേ. 12 വിദ്യാർത്ഥികളാണ് തോൽപ്പിച്ചത്. പരാതി കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞത് 1 കൊല്ലത്തേക്ക് നിങ്ങൾ പരാതിയുടെ പിന്നാലെ നടക്കേണ്ടി വരും, 6 മാസം കഴിഞ്ഞാൽ വീണ്ടും പരീക്ഷ എഴുതാമല്ലോ എന്നാണ് അവരോട് തിരിച്ചു പറഞ്ഞിട്ടുള്ളത്. ഈ ഗ്രാന്റ് നേടുന്ന വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും നിരന്തരം അപമാനിക്കുന്ന പാരമ്പര്യമാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെതെന്ന് ഈ വിദ്യാർത്ഥി തന്നെ എന്നോട് ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾക്കകത്ത് സ്റ്റേറ്റും കൃത്യമായ നിലപാട് സ്വീകരിക്കണം. പഴയിടം എന്ന് പറയുന്ന നമ്പൂതിരിക്ക് മനസ്സിൽ എന്തോ വിഷമം വന്നപ്പം വീട്ടിലേക്ക് ഓടിച്ചെന്ന വാസവനുണ്ടല്ലോ, മിനിസ്റ്റർ വാസവനുണ്ടല്ലോ, ഈ മിനിസ്റ്ററെ നമുക്ക് ഇന്നലെ ഒരു കുഞ്ഞ് ബിൽഡിങ്ങിന്റെ മേലെ വീണുകൊണ്ട് മരിച്ചു കിടക്കുന്ന വീട്ടിലേക്ക് നമുക്ക് കാണാൻ സാധിച്ചില്ല സ്മൃതി. ഇതിനാണ് ജാതീയമായിട്ടുള്ള പ്രിവിലേജുകൾ ചില മനുഷ്യർക്കുണ്ട് നമ്മൾ പറയുക. ഇതിനെ അറിഞ്ഞു വരുത്തേണ്ടത് നിയമ സംവിധാനങ്ങളോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തന്നെയാണ് അതിനു. ഇനി നിതിൻ രാജിനെ പോലെ ഒരു വിദ്യാർത്ഥിയും ഈ രീതിയിൽ മരിക്കാൻ ഇടവരരുതേ എന്ന് നമ്മൾ ഇങ്ങനെ വളരെ ക്ലീഷയായി പോകുന്ന പ്രയോഗം എന്നുള്ളതാണ്. ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോഴും അടുത്തതിൽ നമ്മൾ വീണ്ടും അതേ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നേരത്തെ ശ്രീ പ്രേംചന്ദ് ചൂണ്ടിക്കാണിച്ച പോലെ പിന്നാക്കം നടക്കുന്ന നാടാണ് നമ്മുടെ നാട്. വളരെ നന്ദി മുഹമ്മദ് ഷമാസ്, ഒപ്പം തന്നെ ദിനുവേയിൽ, പ്രേംചന്ദ്, ഒപ്പം തന്നെ വിദ്യാർത്ഥികളായ കീർത്തി, ആർച്ച ചർച്ചയിൽ പങ്കെടുത്തതിന്. കാണാം മീറ്റ് ദ എഡിറ്റേഴ്സ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.